ഹായ് ഹലോ ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. മുട്ടയും ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം 1.5 സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. സവാള ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു പീസ് ഇഞ്ചി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ പൊടികളെല്ലാം ഒരു 2-3 സെക്കൻഡ് നേരം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കന് ചെറുതായി കട്ട് ചെയ്തത് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം പാടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു പിടി മല്ലിയില ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക. ആ ഒരു സമയം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് 3 മുട്ട പുഴുങ്ങിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മുട്ട നമുക്ക് ആദ്യം തന്നെ വെറും മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ആ വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി. അങ്ങനെ മൈദയിൽ കോട്ട് ചെയ്തെടുത്ത മുട്ടയുടെ മേലെ ഇതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് വെച്ചിട്ട് മുട്ട മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് ഈ മുട്ട ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനായിട്ടൊരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഒരു കളറാവുന്ന രീതിയിലാവുമ്പോൾ നമുക്കിതൊന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റാം കേട്ടോ. അങ്ങനെ എല്ലാ മുട്ട ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ സ്നാക്കും നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സ്നാക്കിൻ്റെ പേരാണ് കേട്ടോ തേങ്ങാമുറി എന്നുള്ളത്. തലശ്ശേരിയിലൊക്കെ ഫേമസ് ആയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഓക്കെ, ബൈ.